ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ ഒരുപാട് ആൾക്കാരും ഇതുപോലെ ശീതകാല പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളവരാണല്ലോ. അപ്പോൾ നമുക്ക് കോളിഫ്ലവറിന് ഇനി ഉറപ്പായിട്ടും കൊടുക്കേണ്ടുന്ന ഒരു വളത്തെക്കുറിച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ആ വളം നമ്മൾ കൊടുത്തേ തീരൂ. കാരണം ഇതിപ്പോൾ പൂവിടാനുള്ള ഒരു സമയമായി വന്നിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ വളം കൊടുക്കേണ്ടത്. അപ്പോൾ ആ വളം എന്താണെന്നും അതെങ്ങനെയാണെന്നും ഏത് രീതിയിലൊക്കെയാണ് അത് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതിനകത്തിന് വല്ല പഴുത്ത ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഇതേപോലെ കണ്ടോ, ഇതൊക്കെ അങ്ങ് ഒടിച്ച് കളയുക. ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ 1-2 ഇല കൂടി ഒടിച്ച് കളഞ്ഞാൽ നല്ലത് തന്നെയാണ്. ഇങ്ങനത്തെ ഈ പഴുത്ത ഇലകളെല്ലാം ഒടിച്ച് ഇതിനകത്തോട്ടങ്ങ് വച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാനിതിന് കൊടുത്ത വളങ്ങളും എല്ലാം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അപ്പോഴും ഞാൻ വളം കൊടുത്തതിന് ശേഷം ഇതിൽ നിറയെ ഇങ്ങനെ കരിയില വാരി അമർത്തി തണലിന് വെച്ച് കൊടുത്തിരുന്നത്. ഇപ്പോൾ ആ കരിയിലെല്ലാം പൊടിഞ്ഞ് അങ്ങ് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് വീണ്ടും വളവും മണ്ണും കയറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ പഴുത്ത ഇലകളൊക്കെ ഇങ്ങനെ ഒടിച്ച് കളഞ്ഞ് ഇതിനെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഏതോ ഒരു വില്ലൻ ഇതിനിടയ്ക്ക് വന്ന് എൻ്റെ ഇല 1-2 എണ്ണം തിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിനുള്ള മരുന്ന് കൊടുത്തു. അതിന് ശേഷം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേപ്പെണ്ണ മിശ്രിതമാണ് കൊടുത്തത്. അതിന് ശേഷം പിന്നെ ഇതിനകത്ത് പുഴുവോ ഒച്ചോ ഒന്നും കയറിയിട്ടില്ല. അതാ നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയാണ്. എല്ലാം കണ്ടോ, ഇതൊക്കെ പൂവിടാനുള്ള സമയമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെ ചെറുതായി ചൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഉടനെ ഇതിന് പൂവുണ്ടാവും. അപ്പം നമുക്ക് ഇനി ഇതിന് ഈ വളം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കൊന്നത്തോലാണ് ഒടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കണ്ടോ, അപ്പം നമുക്കിവിടെ കൊന്നത്തോല് കിട്ടാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കൊന്നത്തോൽ എടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും പച്ചിലകളോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഒന്നും ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൽ കൊടുക്കുന്ന വളം നിങ്ങൾ കൊടുത്താൽ മതി. ഇതേപോലെ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ ഒടിച്ച് നല്ല രീതിയിലൊന്നിങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കീടശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് നല്ല വളവുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ വെച്ചതെല്ലാം കോളിഫ്ലവറിനാണ്. അതേപോലെ എനിക്ക് കുറേ ക്യാബേജും ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ അതിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പതുക്കെ നമ്മുടെ ഇലയും തണ്ടും ഒന്നും ഒടിഞ്ഞു പോവാതെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ചട്ടിയിലാകുമ്പോൾ വയ്ക്കാൻ. നിലത്താണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് നല്ല ഇടം കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും ക്യാബേജിലും കൂടി ഞാൻ വയ്ക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഇലയൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ വച്ച് കൊടുക്കണം, ഒന്നും ഒടിഞ്ഞൊന്നും പോവാതെ. അപ്പോൾ ഇതാണ് നമ്മളിനി ഇതിന് വേണ്ടി കൊടുക്കാൻ പോകുന്ന വളം. ഇത് നമ്മൾ പച്ച ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടി 3 ദിവസം വെച്ച് പുളിപ്പിച്ച് എടുത്തിരിക്കുന്ന സ്ലറിയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കോരിയാണ് ഇതിന് കൊടുക്കാനുള്ളത്. ഞാനൊന്ന് ഇളക്കട്ടെ, നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട്. അതുപോലെ തന്നെ ഞാനിതിന് ഈ വളം ഉറപ്പായിട്ടും കൊടുക്കണം എന്ന് നിങ്ങളടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പം അതനുസരിച്ചുള്ള വളങ്ങളും നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വളം നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. കൊടുത്താലേ നമ്മുടെ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ നല്ല വലിയ പൂവൊക്കെ തരാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1 കപ്പ് സ്ലറിയാണ് എടുക്കുന്നത്. കണ്ടോ, 1 കപ്പ് സ്ലറി എടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 5 ഇരട്ടി വെള്ളം, 5 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 5 കപ്പ് വെള്ളം ചേർത്ത് ഞാനിതിനെ നേർപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നും കോരി ആവശ്യാനുസരണം ഈ കൊന്നത്തോലിൻ്റെ മുകളിലേക്കാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ ഇല അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഈ ഇലയുടെ പുറത്തായിട്ടാണ് നമ്മളിങ്ങനെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ. അപ്പം നമുക്ക് സ്ലറി ആവശ്യാനുസരണം നമ്മൾ കലക്കിയെടുക്കുക. അല്ലാതെ നമുക്ക് ചെടിയുടെ എണ്ണം നോക്കാതെ കുറേ അങ്ങ് കലക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനി ഇത് തികഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി
ഞാനിതേപോലെ കലക്കിയെടുക്കും. ഇത് നമുക്ക് നല്ല ഒരു വളമാണ്. നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വരികയും നല്ല കായ്ഫലവും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ വളം കൊടുക്കാൻ ശ്രമിക്കണം. നമുക്ക് അത്ര അങ്ങ് ഭയങ്കര പൈസയൊന്നും ആവില്ല ഈ വളമൊന്നും ചെയ്യുന്നതിനൊന്നും, ഒരുപാടൊന്നും വേണ്ട. ഇതാ ഈ ക്യാബേജിനും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കാരണം ഈ ഇലയും ഈ വളവും എല്ലാം കൂടെ ഇതിനകത്തങ്ങ് സെറ്റായി അങ്ങ് പിടിച്ചോളും. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ആ കൊന്നത്തോലിൻ്റെ ആ വളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതും എല്ലാം കൂടി നല്ല കരുത്തോടെ കയറി വരും നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ. അപ്പോൾ ഇനി ഇതിന് കൊടുക്കേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതോട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇനി നമ്മളിതിന് കൊടുക്കുന്നത് കുറച്ച് മണ്ണാണ്. ഇത് ഞാൻ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടിരുന്ന മണ്ണാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവറൊക്കെ ഇങ്ങനെ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ വളരുന്നതനുസരിച്ച് ഈ തണ്ടിങ്ങനെ നീണ്ട് വരും. അപ്പോൾ ആ തണ്ടിനെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ കവർ ചെയ്ത് വളവും മണ്ണുമായിട്ട് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കണം. അപ്പോൾ മണ്ണ് കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ തണ്ടൊന്നും ചാഞ്ഞു പോവാതെ നല്ല രീതിയിൽ നിന്ന് ഇത് വളർന്നോളും. അപ്പോൾ ഇത്രയും മണ്ണ് നമ്മളിട്ടാലും ഈ കൊന്നത്തോലൊക്കെ അഴുകുമ്പോഴത്തേന് ഈ മണ്ണങ്ങ് താന്നു പോകും. വീണ്ടും നമ്മൾ മണ്ണ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിപ്പം നിറച്ചിട്ടെങ്കിലും കുഴപ്പമില്ല, ഇതങ്ങ് താന്നോളും. അതുപോലെ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ഈ മണ്ണ് കൊടുക്കുകയാണ്. ഈ മണ്ണിങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടി ഞാൻ പറഞ്ഞില്ലേ കാറ്റിലോ ഒന്നും ചാഞ്ഞു പോവേ ഒന്നും ചെയ്യത്തില്ല. അവരിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് മാത്രം കൊടുക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ അവർക്കും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ പാവമല്ലേ. അപ്പോൾ ഞാൻ അവർക്കും കൊടുത്തു. ഇനി നമുക്കിതാ ഈ ക്യാബേജിനും കൂടി മണ്ണ് ഇതേപോലെ കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ ചുറ്റിനും നല്ല രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇട്ട് കൊടുക്കണം. എല്ലാത്തിനും ഈ കൊന്നത്തോലിൻ്റെ മേലിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് അഴുകി അങ്ങ് ചേർന്നോളൂ. പറഞ്ഞല്ലോ നമുക്ക് നല്ല വളവും ഒരു കീടനാശിനിയും കൂടെയാണ്. എന്തായാലും എൻ്റെ കോളിഫ്ലവറിനും ക്യാബേജിനും ഒന്നും അങ്ങനെ ഒരു കേടും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ആ ഒരെണ്ണം മാത്രം ഒന്ന് പുഴു ഒച്ചു കടിച്ചെന്നുള്ളതേ ഉള്ളൂ. ഒച്ചോ പുഴു എന്തോ ആയിരുന്നു. അല്ലാതെ ഒരെണ്ണത്തിനും യാതൊരു കേടുപാടുമില്ല. കണ്ടോ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുക. കണ്ടോ, നിങ്ങൾ നോക്കി എല്ലാ കോളിഫ്ലവറും ക്യാബേജും എല്ലാം. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ഇതിന് വളങ്ങൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ വളങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുമല്ലോ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്